അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെയും ചെയ്യാത്തൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ്. എന്താണ് ദൈവിക വയസ്സിൻ്റെ പണ്ടത്തെ ക്രിഞ്ച് വീഡിയോസൊക്കെ നമ്മൾ രണ്ടാമത് കണ്ട് റിയാക്ട് ചെയ്യും. അതും ടിക്ടോക്ക് യൂട്യൂബ് വീഡിയോ ഞങ്ങൾ വേറെ ദിവസം റിയാക്ട് ചെയ്ത് റോസ്റ്റ് ചെയ്യാം. ഗൈസ് ഞാൻ പണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരു റോസ്റ്റേഴ്സ് എന്നെ ഒന്നും റോസ്റ്റ് ചെയ്തിട്ടില്ല. സോ നമ്മൾ സ്വയമായിട്ട് റോസ്റ്റ് ചെയ്യും. അല്ല കൂട്ടം നമ്മൾ ആരെങ്കിലും റോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെ എന്നെ ഇപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഏത് നിലയിൽ എത്തേണ്ടതാണ്. ഇപ്പം ആരെങ്കിലും പോലെ എവിടെയെങ്കിലും ഏതെങ്കിലും ബഹിരാകാശത്ത് ഉണ്ടാവേണ്ട ആളാണ് ഞാൻ. വെച്ചിട്ട് അമ്മൂമ്മനെ പിടിക്കണേ കുഴപ്പമില്ല, കമ്പനിക്ക് ഞാനും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ വീട്ടിലെ കോലമാണ്, എക്സ്ക്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. തീരെ പ്രിപ്പയർഡ് അല്ലാത്ത വീഡിയോ ഉണ്ട്, ചിലപ്പോൾ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടൻ്റെ ഐഫോണിലാണ്. ഓക്കെ, ഇതാണ് കുട്ടൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ചോട്ടാ ഭീമൊക്കെ ഉണ്ട്. പറയണത് ചോട്ടാ ഭീമാണെന്ന് അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. ഓക്കെ, പിടിച്ചോ ഏതാ പിടിക്കണ്ടേ? അത് വേണമെങ്കിൽ നെഞ്ചത്ത് കുത്തി വെക്കാം. ഇതെന്താ വാട്സപ്പ് ഒന്നും ഇല്ലേ? ഉണ്ടല്ലോ. അയ്യോ, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഗർഭിണികളും കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ പല ബോഡി ഷെയ്മിങ് ഉണ്ടാവും, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും, ഓപ്പറേഷൻ ഉണ്ടാവും, റേസിസം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതൊന്ന് മീനിങ് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഒരു ഗുമ്മള വീഴ്ചയുള്ള വാക്ക് വേണ്ടി അങ്ങനെ ചുമത്തട്ടി കിട്ടുന്നത് മാത്രം. അതെ അതെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം. ഒരു ബ്ലൂം അടിക്കൂട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ റിയാക്ട് ചെയ്യാൻ പോകണേന്. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, പക്ഷേ അത് നല്ല അടിപൊളി വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൈവറ്റ് ആക്കിയിട്ടേക്കാണ്. നമ്മളൊന്ന് കുത്തിപ്പോയിക്കൊണ്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വീഡിയോസൊക്കെ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ടിപ്പിട്ടെങ്കിൽ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാവുന്നതാണ്. ഓക്കെ, അതെ, പെണ്ണിൻ്റെ ചെക്കനെടുത്ത വീഡിയോ ഇരുന്നു. അതെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്തെങ്കിലും പറയൂട്ടാ. ഞാൻ പറയാം, ഇതെപ്പോഴും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി എടുത്തിട്ട് ഇങ്ങനെയല്ലേ കാട്ടിത്തരാം. ഇതിങ്ങനെ അങ്ങോട്ട് വെക്കും. പരപ്പൻ ചട്ടി വരി. അതൊരു ചട്ടിയാണ്. ഓക്കെ ഓക്കെ. അതുപോലെ വെക്കും. പറഞ്ഞിട്ടില്ല, എല്ലാവരും സൈഡൊക്കെ എടുക്കും. പക്ഷെ ഇത് വെക്കണ സൈഡ് എങ്ങനെയാ, ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യം, ഞാൻ ഈ വീഡിയോ ചെയ്തത് 2018, 19, 20 വെച്ചാൽ കണ്ണാപ്പി വെർഷനായിരുന്നു എല്ലാവരും. ഒരു പാൻറ്റൊക്കെ ഇപ്പം തന്നെ ഇറങ്ങിപ്പോകുന്നു തോന്നുന്നു. ഊരിപ്പോയ ടൈപ്പാണ് എല്ലാവരും പാൻറ്റൊക്കെ ഇട്ടിരുന്നത്. പിന്നെ പുട്ടുകുഴൽ തയ്ച്ചുണ്ടാക്കണ മാതിരിയാണ്. ഐ മീൻ ഇങ്ങനെയൊക്കെ ടൈറ്റാക്കിയിട്ട് ബ്ലൗസ് മാതിരി ചെക്കന്മാരെ 2 ഡ്രസ്സ് ഇടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ബാഗിയായി. അതെ, അപ്പം ഞാൻ 2ാം ക്ലാസ്സിൽ തൊഴിച്ചാൽ കിടക്കുമ്പോൾ ഈ സാധനം ഇവിടെ വീഡിയോ എടുത്ത് സത്യം കിട്ടും സ്റ്റാറാകും. ഇപ്പോഴത്തെ കെട്ടിപ്പടിക്കുന്ന പിള്ളേരൊക്കെ എന്താ ചെയ്ത് വിട്ടു? ഞാൻ അപ്പോഴൊക്കെ ഹായ് കൈസ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ അതെ. അടുത്തത് ഇതൊന്നും കാണണ്ട കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഇടയ്ക്ക് എല്ലാവരും വീഡിയോ ചെയ്യുന്നു. ഐ മീൻ ഭയങ്കര റീച്ചുള്ളവരൊക്കെ വീഡിയോ ചെയ്യായിരുന്നു. പിന്നെ ഭാഗ്യം കൊണ്ട് എനിക്ക് 5, 6, 7, 10 ലൈക്ക് കിട്ടുള്ളായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ബഹിരാകാശത്തിരുന്നാനിരുന്നു. എക്സ്പ്രഷനാണ് എടുത്ത് പറയുന്നത്. അതെ അതെ, ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏതൊരു ചെക്കൻ, എനിക്കില്ലാത്ത ഏതൊരു ചെക്കൻ, ആ ചെക്കനെ കുറിച്ച് ഇങ്ങനെ പറയണം. കണ്ണ് കൊള്ളാം, മുട്ടി കൊള്ളാം, എല്ലാം കൊള്ളാം. ലാസ്റ്റ് കണ്ണ് കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കലാണ്. എൻ്റെ വീഡിയോ നോക്കണ ഫുള്ളും ഇല്ലാത്ത ചെക്കനെ കുറിച്ചായിരിക്കും ഞാൻ ചെയ്യണത്. വയസ്സ് 12 വയസ്സ് ഇല്ലാത്ത ചെക്കനെ പറ്റി ഉണ്ടാക്കുന്ന ഒരു റീലായിട്ട് ചെക്കനെ കിട്ടിയിട്ടാണ് ഉറപ്പിക്കുക. നേരത്തെ ഒരു വീഡിയോ ചെയ്തു. ഇത് അയ്യേ, ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പുട്ടിങ്കിലും കുട്ടി അതിൻ്റെ ആവശ്യമില്ല. അയ്യോട്ടെ ഇല്ല. ട്രാൻസിഷനെ കുറിച്ച് എന്താ പറയാനുള്ളത് പറഞ്ഞോട്ടോ. ഒരു ട്രാൻസിഷൻ വീഡിയോ ആണ്. പാട്ട്
രണ്ടും ഒരുപോലെ ഇരിപ്പുണ്ട്. പറയാം ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലെ ഡ്രസ്സ് തന്നെയാണ് ലാസ്റ്റത്തെ ഡ്രസ്സ്. ലിപ്സ്റ്റിക് ഇട്ട് മുടി വെച്ചിട്ട് വേറൊന്നും കമ്മലിട്ടു കണ്ടില്ല. കമ്മല് ഒരു കാതി കമ്മലിന്റെ ടൈപ്പാണിത്. സത്യം ഗൈസ്, ഞാനൊരു വീഡിയോയിൽ ഒറ്റക്ക് അതിൽ കമ്മലിട്ടിട്ടുള്ളൂ. കാരണം മറ്റേ കമ്മൽ കാണാനില്ല. അപ്പം അതാണ് കുട്ടി ഇപ്പം കാണുമ്പോൾ ക്രിഞ്ച് തോന്നാനുള്ള കാര്യം ഉറക്കപ്പിച്ച് എഴുന്നേറ്റ് വിട്ടാണ്. അതെ, ഞാൻ എന്നൊക്കെ എണ്ണീപ്പിച്ചെടുത്ത് ഇവിടെ ഇരുത്തിയതാണ്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് രാവിലെ തന്നെ സൂര്യൻ ചന്തിക്ക് മുട്ടിയാൽ എഴുന്നേക്കോളൂ. ഞാൻ വെളുപ്പിലേക്ക് ഇടിക്കും. ഇനി നമ്മുടെ മോസ്റ്റ് ക്രിഞ്ചസ് സാധനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ പോലെയാണ്. അയ്യേ അയ്യേ കണ്ണടക്ക് എവിടെ നിന്ന് വാങ്ങി? അത് ടൂറ് മേടിച്ചതാ. മോക്ക് ഇത്ര ഉള്ളൂ, അതിനേക്കാളും ചമ്മണ്ട. കണ്ണടയെ കൊള്ളൂല, എന്നാലും ഇത്ര ഉണ്ടാവാ അതിന്റെ കണ്ണട. ഇപ്പോഴത്തെ വലിയ കണ്ണടിച്ച മണ്ട കടയൊക്കെ ഉള്ളു. പക്ഷെ വീടേക്ക് മുന്നാണ് ക്രിഞ്ച് അടിക്കണ. ഇപ്പൊ കണ്ട് കണ്ട് ശീല കണ്ട് കുഴപ്പമില്ല. ഇവിടെ കാണുമ്പോ ക്രിഞ്ചടിച്ചു. പിന്നെ കുട്ടന് വീഡിയോ മുന്നേ കണ്ടതായിരുന്നു. അപ്പൊ കുട്ടന് ലൈവ് റിയാക്ഷൻ വരൂല. അന്ന് വന്നിരുന്ന് അന്ന് ഇവിടെ മലർന്നിരിക്കണ്ടായിരുന്നു. അടുത്തത് ഇച്ചിരി ഓൾഡ് വീഡിയോ. ഇപ്പൊ കണ്ട അത്രക്ക് ഓൾഡ് വീഡിയോ അല്ല കേട്ടോ. ഇനി നമുക്ക് കാണാൻ പോണ ഭയങ്കര ഓൾഡ് വീഡിയോസാണ്. ട്രാൻസിഷൻ ഇങ്ങനെ കയറുന്നത് ഇപ്പോഴും ഇത് മറ്റൊന്നുമില്ല. രണ്ടാമത്തേലും മാറ്റൊന്നുമില്ല. ഫുള്ള് എന്താ സ്നാപ്ചാറ്റ് എന്ന് പറഞ്ഞിട്ടാ. അമ്മേൻ്റെ കുങ്കുമോണ് ഐഷോടൊക്കെ ഇട്ടണത്. അയ്യോ അയ്യേ എന്താണത്? എന്താണത്? അടുത്ത് നമ്മൾ ജോക്കറിൻ്റെ വീഡിയോ കാണാൻ പോകണേ. അയ്യേ ഈ അന്നത്തൊക്കെ ജോക്കറിന്റെ ഭയങ്കര ട്രെൻഡിങ്. അത് കുട്ടൻ കണ്ടിട്ടുണ്ടോ? വേറൊരു ഹിന്ദിക്കാരൻ്റെ ജോക്കർ തല കിട്ടിയിട്ടൊക്കെ കാണിക്കണത്. ഇങ്ങനെയൊക്കെ വന്നിട്ട് അത് നമുക്ക് ചെയ്യാനുള്ള ത്രാണില്ലാത്തോണ്ട് നമ്മ ഇങ്ങനെ എന്തൊക്കെ പെയിൻ്റൊക്കെ കലക്കിയിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്നു മാത്രം. ഭയങ്കരമായിട്ടാ. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ വൈകി ചെയ്യാൻ വേണ്ടി ഭയങ്കര വലിയ കാര്യമുണ്ട് ഗൈസ്. അതായത് അയ്യത് കണ്ടു കുട്ടൻ കുട്ടൻ കൊണ്ടേക്കൂലപ്പം. അതായത് ഈ വീഡിയോ ഞാൻ ക്ലാസ് ഉള്ളപ്പോൾ ക്ലാസ്സിൽ പോയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഏറിലാവൂലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ ഭയങ്കര കളിയാക്കി ഏറിലാക്കും. സ്വാഭാവികം ചിത്താരായാലും കളിയാക്കും. അതെ അതെ അതെ. ഇപ്പം ആരെങ്കിലും കളിയാക്കണ്ട. ഇപ്പം ആരെങ്കിലും കളിയാക്കണ്ട കാര്യം ക്ലാസ്സില്ലല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറയും നാളെ നമ്മളെ ക്ലാസ്സിൽ ഏതോ ചെക്കന്മാരൊക്കെ എൻ്റെ പണ്ടത്തെ ഇൻസ്റ്റാഗ്രാം ID പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായി. അതിൽ ഞാൻ റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായി. ആ ഇൻസ്റ്റാഗ്രാം എൻ്റെ അത് പോവുകയും ചെയ്തു. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തതൊക്കെ ക്രിഞ്ച് സാധനം വരുന്നത്. അടുത്ത വീഡിയോ ഇതൊന്ന് കാണണം കേട്ടോ. സാധനം പലവരും ചിലപ്പോൾ ബ്ലോക്ക് അടിച്ച് കളയും. സത്യമായിട്ടും കളയും. അതിലടിക്കുന്നു. ആരെയോ കണ്ടുകൊട്ടുന്നതിന് ഇല്ലാത്ത കാമുകരെ കണ്ടെത്തുന്നു. ഇല്ലാത്ത കാമുകനെ ഇങ്ങനെ ചിരിച്ച് പ്രാന്താശത്തിൽ നോടി വന്നതാന്നൊക്കെ വിചാരിക്കുക. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയും. അതിനെപ്പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചിരിയാണ് നമ്മുടെ മെയിൻ. അതെ, പല്ല് ചിരിച്ചേ ഇപ്പൊ കാണിച്ചിരിക്കൂല കേട്ടോ. അങ്ങനെ ഒന്നും ചിരിക്കും, വെറുതെ ഇരിക്കും. ഇങ്ങനെ ലൈവ് അതരൂല. അതില്ലാത്ത കാമുകനെ മനസ്സിലോട്ട് വരുള്ളൂ. 12 വയസ്സുള്ളൂ. ഇല്ലാത്ത കാമുകനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കല്. 12 തന്നെ ആവൂര്. 12 ചിലപ്പോ 11 ആയിരിക്കുള്ളൂ. 11 11 12 കാമുകനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കണേ. എന്താവട്ടെ ഇങ്ങനെയൊക്കെ ഇവിടുത്തെ ചോദ്യം പറയാനല്ലോ ഈ ക്രിഞ്ച് സാധനം. അതെ, എല്ലാം ക്രിഞ്ചാണ്. ആ സമയത്ത് ചെയ്യുമ്പോ അതൊക്കെ അന്നത്തെ മാസ് ഇന്നത്തെ ക്രിഞ്ച് മനസ്സിലായത്. നമുക്ക് ചിലപ്പോൾ പാവൊരു 10-20 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വരും. ഈ വീഡിയോ അതന്ന് ക്രിഞ്ചാവൂലേ? ശരിയാ, ക്രിഞ്ചാവും. ഇന്നത്തെ വീഡിയോ അന്നത്തെ ക്രിഞ്ചാണ്. അതെ അതെ. അതുകൊണ്ട് തന്നെ പലരും ബ്ലോക്ക് അടിച്ചു. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇത്രയുള്ളൂ ഇവിടുത്തെ വീഡിയോ. മുക്കാലും വീഡിയോയും കാട്ടിയിട്ടില്ല കേട്ടാ, ഉള്ള കാര്യം പറയാം. സത്യം ഗൈസ്, ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള സാധനം വെച്ചാൽ എക്സ്ട്രീം ക്രിഞ്ച് ഉണ്ട്. വേണം തന്നെ യൂട്യൂബിൻ്റെ അടിയിൽ കുറച്ച് എൻ്റെ ഇവിടെ കിടപ്പുണ്ടായി തന്നെ ചേട്ടാ. ഓക്കെ, എൻ്റെ യൂട്യൂബിൻ്റെ അടിയിൽ കുറച്ച് വീഡിയോ കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. കാരണം അതൊന്നും നല്ല സീനൊന്നുമില്ല. അതാണ് ഒറ്റ കമ്മലുള്ള വീഡിയോ. മറ്റേനേക്കാളും നല്ലത് ഈ വീഡിയോ ഉണ്ട്. ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏറെ കുറേ പോലെ 14-15 ഒക്കെ ഉണ്ട്. മുതുക്കിയായി. അതെ, മുതുക്കിയായി. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല.
മുതിക്കൊന്നായിട്ടില്ല. ഇപ്പോഴാണ് മുതിക്കിയത്. ഒന്നും വലിയ സീനില്ല. എനിക്ക് ലുക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ പെണ്ണ് തടി വെച്ച് തടി വെച്ച് പിന്നെ കണ്ണൊക്കെ എഴുതിക്കാൻ കൊള്ളാം. ഇതെന്നെ ഇല്ലാത്ത നമുക്ക്. ആ മുടി വെച്ചേക്കുന്നുണ്ടോ? അതാണ് സീന്. ഞാൻ പത്തിലിങ്ങനെ മുടിയിട്ടോണ്ട് പോയിക്കൊണ്ടിരിക്കും. പണ്ടാരും നേരെ ഇടൂലായിരുന്നു പോയിട്ടിട്ട്, പിന്നെ പൊക്കി വെക്കുള്ളായിരുന്നു ഹമ്പോതിരി. ഇല്ല സൈഡ് എടുക്കാറുള്ളൂ. ഇതല്ലേ ശിമേനുണ്ടാണ് വണ്ണുള്ളതുകൊണ്ട്. ഇതിലൊക്കെ നല്ല ഇതിനൊക്കെ ഈ പെണ്ണിനെ തടി വെച്ച് അതാണ് നല്ല രസത്തിൽ മോഹം വീണ്ടും കോലാപ്പിപ്പോയി. ഇപ്പോഴത്തെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ല. ഇതാണ് ബംഗാളികളിൽ മാത്രം കണ്ടിരുന്ന ഒരു തരം മേക്കപ്പ്. ഇത് നവരാത്രി ലുക്കാണ്. നവരാത്രിക്ക് നമ്മൾ പിടിക്കുന്ന കുത്തുകിട്ടക്കോലാവും. എന്തിനാന്നറിയോ? എന്തിനാണ് എനിക്കറിഞ്ഞ. ശരി, ഇത് ഇട്ടിട്ട് ആരാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാമ്പ് ഒത്തിയണമെന്നൊക്കെ. പിടിക്കേണ്ട എൻ്റെ ക്ലാസ്സിലുള്ളവർ തന്നെയാണ്. ഇതെൻ്റെ ഇല്ലാത്ത കമ്മല് നെക്സ്റ്റ് വീഡിയോ. ഇതിലൂടെ എന്താ മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലാത്ത കമ്മല് ഭയങ്കര മീശ ഉണ്ടെന്ന്. അല്ല മീശ ഇരിക്കണം എനിക്കില്ല. അതെ അതെ. തൽക്കാലം ഇത്ര പോരെ. ഫുള്ളും ഇല്ലാത്ത കാമുകനാണ് ഇതിൽ. ഡിലൂഷണൽ ആ സാധനം പ്രൊണൗൺസ് ഒക്കെ തെറ്റായിരിക്കുള്ളൂ. അങ്ങനെ ഇട്ട് നടക്കുക എന്നുള്ളതാണ് അന്നും ഇന്നും. പിന്നെ ഇന്ന് അങ്ങനെയല്ലേ ഇന്ന് കോഴിത്തരും. കോഴിത്തരോ? ഇത് വൻകോഴി. ഞാനിപ്പോ കോഴി നേരത്തെ കണ്ടില്ല ഗൈസ്, ബംഗാളിയൊക്കെ മെസ്സേജ് കളിക്കുന്നത്. ബംഗാളിയുടെ മെസ്സേജ് കാരണം ഇതാണ്. ഇത് കണ്ടിക്കട ബംഗാളിയെ വിളിച്ചെത്തിക്കൊണ്ട് ഇതിന് ഞാനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരി. ഹൈ ശരി. അതെങ്ങനെ എനിക്ക് ട്രൂ ലവ് കൂട്ടാ ബംഗാളിയോടാ. ഇത് ബംഗാളികൾക്കാണ് മെസ്സേജ് അയക്കുന്നത്. ഇല്ല ഗൈസ്, ഞാൻ ഭയങ്കര ആത്മാത്ര അപ്പൊ ഇത് ഭയങ്കര ആത്മാത്രമുള്ളൊരു സാധനമാണ്. നിങ്ങളെല്ലാരും ആത്മാത്രമായി മാത്രം ഈ വീഡിയോ കാണുക. ആത്മാർത്ഥമായി മാത്രം കാണുക. എന്നിട്ട് പറയണ ആത്മാർത്ഥം അല്ല, ശരിക്കും എന്ത് പറഞ്ഞത്? ആത്മാത്രത. ആത്മാർത്ഥത, അതെ ആത്മാർത്ഥത. അതുള്ള ഒരു മനുഷ്യനാണ് ലൈക്ക് ചെങ്ങമ്പുഴ കുമാരനാശാന്റെ ഒക്കെ മാതിരി. അവരെന്തിനാ ഇവിടെ പറയണ? ട്രൂ ലവ്. അവർ ഫുള്ളിങ്ങനെ പോയം എഴുതുമ്പോ ട്രൂ ലവിനെ കുറിച്ചാണ്. മേഘ സന്ദേശം കേട്ടിട്ടുണ്ടാവല്ലോ. മേഘത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശമാണ് മേഘ സന്ദേശം. പഠിച്ചിട്ടുണ്ടോ? പണ്ട് പഠിച്ചിരുന്നു. CBSE ഒക്കെ അല്ലായിരുന്നു, അതിലുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയൊന്നുമില്ല. CBSE ഒന്നും കൊള്ളൂല. CBSE ഒന്നും കുട്ടിനെ എനിക്കും പഠിക്കണ്ട. ഓക്കെ, അപ്പോൾ ആത്മാർത്ഥ കൂടിയൊരു സംഭവമാണ് ഞാൻ. അല്ലാണ്ട് ഇതിൻ്റെ ഒരു കോഴിച്ചെന്നുള്ള. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പറ. ഇത് കുട്ടനാണോ യൂട്യൂബർ? അയ്യോ, കുട്ടൻ്റെ യൂട്യൂബറാണ്. എങ്ങനെ നിർത്തും വീഡിയോ? അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇഷ്ടമാവെന്ന് പറയാൻ പറ്റില്ല. ക്രിഞ്ചായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരിയാ. ഒരു നെഗറ്റീവ് ഇടരുത്. നെഗറ്റീവ് ഇട്ടാലും പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഡിലീറ്റാക്കി കളയും, അത്രേ ഉള്ളൂ. റിയാക്ട് ചെയ്യണമെന്നാണ് നമുക്ക് റീച്ച് ഇട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഞാൻ റീച്ച് കിട്ടാൻ വേണ്ടി റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് സ്വന്തം ശ്രുതിരാജ് വല്ലയിൽ, ദേവിക ഓടാശ്ശേരി. അപ്പോൾ ഗൈസ് ബൈ ബൈ. ഓടാശ്ശേരിയല്ല, ഓടാശ്ശേരിയാണ്. ഓക്കെ, ബൈ. പുളുമുടി.